Good morning, students. In this session, we will deal with integration. Integration. Integration എന്താണെന്ന് നമുക്കറിയാം. ഇറ്റ് ഈസ് ജസ്റ്റ് ദ ഓപ്പോസിറ്റ് ഓഫ് ഡിഫറൻസിയേഷൻ. ഡിഫറൻസിയേഷൻ ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇൻ്റഗ്രേഷൻ. ഡിഫറൻസിയേഷൻ ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇൻ്റഗ്രേഷൻ. ഓക്കെ, അപ്പം ഇൻ്റഗ്രേഷൻ എന്നതിൻ്റെ സിമ്പിൾ നിങ്ങൾക്കറിയാം. ഇതാണ് ഇൻ്റഗ്രേഷൻ്റെ സിമ്പിൾ അല്ലേ, ഇൻ്റഗ്രൽ. പിന്നെ നോട്ട് ചെയ്യേണ്ട കാര്യം, ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഏത് ഇക്വേഷൻ എടുത്താലും അതിൻ്റെ ലാസ്റ്റിലൊരു ഡി എക്സ് എന്നൊരു ടേം വരും. ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഏത് ഇക്വേഷൻ എടുത്താലും അതിൻ്റെ ലാസ്റ്റ് ഡി എക്സ് എന്നൊരു ടേം വരണം. അതില്ലാതെ നമുക്ക് ഒരിക്കലും ഇൻ്റഗ്രേഷൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ ഇസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ഡിഫറൻസിയേഷൻ. അപ്പോൾ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത ടേമിനെ തിരിച്ച് പഴയ പോലെ കൊണ്ടുവരണമെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ബേസിക്കലി ഇൻ്റഗ്രേഷൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സമ്മിങ് അപ്പ് എന്നാണ്. സമ്മിങ് നമ്മൾ ചെറിയ സ്മോൾ ചേഞ്ചസിൽ ഈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു സ്മോൾ ചേഞ്ചാണ്. അങ്ങനെ ഒത്തിരി സ്മോൾ ചേഞ്ചസ് അല്ലേ, ഇതേപോലെ കുറേ സ്മോൾ ചേഞ്ചസിനെ എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുവരിക അല്ലെങ്കിൽ സമ്മപ്പ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി ഡിഫറൻഷിയേഷൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് റൂൾസ് പഠിക്കാം. റൂൾസ് ഓഫ് ഇൻ്റഗ്രേഷൻ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പം ഏറ്റവും ബേസിക് റൂൾ എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സ്മോൾ ചേഞ്ചിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഡി എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് എന്നാണ്. ഇൻ്റഗ്രൽ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. ഓക്കെ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഒരു ജനറൽ റൂൾ എന്ന് പറയുന്നത് ജനറലി നമ്മൾ എക്സ് റേസ് ടു എൻ ഡി എക്സ് ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എൻ പ്ലസ് 1 ദ ഹോൾ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1. അതാണ് ജനറൽ റൂൾ. ഓക്കെ, സോ ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1. അതാണ് ഒരു ജനറൽ റൂൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് റൂൾ പഠിക്കാം. ഇൻ്റഗ്രൽ 1/x dx ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് log x. ഇതൊക്കെ ബൈ ഹാർട്ടായിട്ട് പഠിക്കേണ്ട കാര്യമാണ്. ഇൻ്റഗ്രൽ 1/x dx ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് log x. ഓക്കെ, അതേപോലെ ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് ഡി എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സെയിം ഇ റേസ് ടു എക്സ് തന്നെയാണ്. ഓക്കെ, ഇതൊക്കെ ബേസിക്കായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിനകത്ത് സിമ്പിളായിട്ട് നമ്മളിപ്പം ആ ഫോർമുല യൂസ് ചെയ്തുകൊണ്ടേ നമുക്കിപ്പോൾ എക്സ് റേസ് ടു 4നെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എക്സ് റേസ് ടു 4നെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അതേപോലെ ഇൻ്റഗ്രൽ സൈൻ ഇടും, പിന്നെ ഇവിടെ ഒരു ഡി എക്സും എന്ന് ഇടണം. അങ്ങനെ ഇടണം കേട്ടോ. എന്നിട്ട് നമ്മളിത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് റേസ് ടു 4നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് റേസ് ടു 4 പ്ലസ് 1 മുകളിലൊരു 1, അതേപോലെ താഴെയും 4 പ്ലസ് 1. അതിൻ്റെ അർത്ഥം എന്താ? എക്സ് റേസ് ടു 4 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 5, എക്സ് റേസ് ടു 5/5. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു എന്ത് ഇൻ്റഗ്രേഷൻ ചെയ്താലും ലാസ്റ്റ് അതിൻ്റെ കൂടെ ഒരു പ്ലസ് സി എന്നൊരു കോൺസ്റ്റൻറ്റും കൂടി ഇടണം. പ്ലസ് സി എന്നൊരു കോൺസ്റ്റൻറ്റ്. ഏത് ഇൻ്റഗ്രേഷൻ, ഇതേപോലെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലായത്, പ്രത്യേകിച്ച് അങ്ങനെ ലിമിറ്റ്സ് ഒന്നും ഇല്ല. ഓക്കെ, ഇതൊരു ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. അപ്പോൾ ഇതേപോലെ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഏത് ഇക്വേഷൻ ചെയ്താലും ലാസ്റ്റ് നമ്മൾ ഇസ് ഈക്വൽ ടു നമ്മൾ ഇതേപോലെ സി എന്നുള്ളത് നമ്മൾ ഉറപ്പായിട്ട് എഴുതിയിരിക്കണം. ഈ പ്ലസ് സി എന്നുള്ളത് ഏത് ഇൻ്റഗ്രേഷൻ ചെയ്താലും ലാസ്റ്റ് എഴുതേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഒരു പ്രോബ്ലം കൂടി നോക്കാം നമുക്ക്. ഓക്കെ, ഇപ്പം ഇൻ്റഗ്രൽ 1/√x അത് ഈസ് ഈക്വൽ ടു √x എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിനെ എക്സ് റേസ് ടു 1/2 എന്ന് എഴുതുന്നതിനെയാണ് നമ്മൾ √x എഴുതുന്നത്. അത് ഇതിപ്പോൾ മുകളിലോട്ട് കൊണ്ടുവരും. എക്സ് റേസ് ടു മുകളിലോട്ട് വരുമ്പോൾ എക്സ് റേസ് ടു -1/2 ആവും. ഓക്കെ, എക്സ് റേസ് ടു -1/2. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് റേസ് ടു -1/2 ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു ഡി എക്സും കൂടി ഇടണം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് റേസ് ടു -1/2 പ്ലസ് 1 ദ ഹോൾ ഡിവൈഡഡ് ബൈ -1/2 പ്ലസ് 1. -1/2 പ്ലസ് 1 എന്ന് പറയുമ്പോൾ പ്ലസ് ഹാഫ് ആണ്. സോ ദ ആൻസർ ഇസ് എക്സ് റേസ് ടു 1/2 ഡിവൈഡഡ് ബൈ ഹാഫ്. X raised to half
ഡിവൈഡഡ് ബൈ ഹാഫ്. എക്സ് റേസ് ടു ഹാഫ് ഡിവൈഡഡ് ബൈ ഹാഫ്. അപ്പോൾ ഒന്നും കൂടെ റീറൈറ്റ് ചെയ്യാം. എക്സ് റേസ് ടു ഹാഫ് ഡിവൈഡഡ് ബൈ ഹാഫ്. അതിൻ്റെ അർത്ഥം ഈ 2 മുകളിൽ വരും. ദിസ് ഇസ് ഈക്വൽ ടു 2. പിന്നെ എക്സ് റേസ് ടു ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് എക്സ്. അപ്പം 2 റൂട്ട് എക്സ് പ്ലസ് സി. അതാണ് ആൻസർ. ഓക്കെ, താങ്ക് യു.